വലിയ ആവേശത്തോടെ മലബാറിലെത്തിച്ച ആദ്യ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് സാങ്കേതിക തടസ്സങ്ങൾ കാരണം നിരത്തിലിറങ്ങാനാവാതെ കസ്റ്റഡിയിൽ. ഏകദേശം 2 കോടി രൂപ ചിലവഴിച്ച ഈ ആധുനിക ബസ് 10 ദിവസമായി KSRTC ടെർമിനലിൽ വിശ്രമത്തിലാണ്. റൂട്ട് നിശ്ചയിക്കുന്നതിലോ ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുന്നതിലോ ഉണ്ടായ അവ്യക്തതയേക്കാൾ നഗരത്തിലെ താഴ്ന്നു കിടക്കുന്ന കേബിളുകളാണ് ബസിന് വില്ലനാകുന്നത്. റോഡിന് കുറുകെയുള്ള ഇലക്ട്രിക് ഇന്റർനെറ്റ് കേബിളുകൾ പലയിടത്തും 5 മീറ്ററിൽ താഴെ മാത്രമാണ് ഉയരത്തിലുള്ളത്. മുകൾ ഭാഗം തുറന്ന രീതിയിലുള്ള ബസ്സായതിനാൽ യാത്രക്കാർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ മറ്റോ ഈ ലൈനുകളിൽ തട്ടി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. വൈദ്യുത ലൈനുകളും സ്വകാര്യ ഇന്റർനെറ്റ് ലൈനുകളും കൂടുതൽ ഉയരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് വൈദ്യുതി വകുപ്പിനും എയർടെൽ ജിയോ കമ്പനികൾക്കും കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഡബിൾ ഡെക്കർ ബസിനെ കടന്നുപോകാൻ വഴിയോരത്തെ മരച്ചില്ലകൾ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുറിച്ചിരുന്നു. ഇത് കോർപ്പറേഷന് ട്രാൻസ്പോർട്ട് വകുപ്പ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കേബിളുകൾ കൂടി ഉയരം കൂടി മാറ്റിയാൽ മാത്രം ഡബിൾ ഡെക്കർ കാഴ്ചകൾ കാണാൻ പൊതുജനത്തിന് സൗകര്യം ലഭിക്കൂ. ബസ് ചാർജ് ചെയ്യുന്നതിനുള്ള ഹൈസ്പീഡ് ചാർജർ കഴിഞ്ഞ ദിവസം ബസ് ടെർമിനലിൽ സ്ഥാപിച്ചു. മാവൂർ റോഡിലെ KSRTC ബസ് ടെർമിനലിൽ നിന്ന് സർവീസ് ആരംഭിച്ച നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിക്കുന്ന 4 ട്രിപ്പുകളാണ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ഇത്തരത്തിൽ 3 റൂട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഗതാഗത കുരുക്കിൽപ്പെട്ട സർവീസുകൾ വൈകുമോ എന്ന ആശങ്കയുണ്ട്. അതിന് പരിഹാരമായി അരയിടത്തുപാലം, സരോവരം, എരഞ്ഞിപ്പാലം, ഗാന്ധി റോഡ്, മേൽപ്പാലം വഴി ബീച്ചിലെത്തി തിരിച്ച് ഗാന്ധി റോഡ് പാലം കയറി ബസ് സ്റ്റാൻഡിലെത്തുന്നതാണ് പരിഗണനയിലുള്ള റൂട്ട്. ഇത് അന്തിമമല്ല. 36 സീറ്റ് മുകളിലും 28 സീറ്റ് താഴെയുമുള്ള ഈ ഡബിൾ ഡെക്കർ ബസ് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായാണ് സർവീസ് നടത്തുക. നഗരക്കാഴ്ചകൾ വിശാലമായി കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന ഈ ബസ് നേരത്തെ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരിലും മൂന്നാറിലും സർവീസ് നടത്തുന്നുണ്ട്.